നമ്മൾ ഇന്നലെ ഒരു പെയിന്റിംഗ് ഡെലിവറി ചെയ്തില്ലായിരുന്നോ? ഇന്നലെ 4 എണ്ണം ഡെലിവറി ചെയ്തിട്ടുണ്ട്. അതിലേതാ? ആ എസ്റ്റേറ്റ് റോഡിലുള്ള വീട്ടിൽ കൊടുത്തില്ലേ? അത് നീയല്ലേ പോയി കൊടുത്തേ? ആ, അപ്പൊ അവിടെ ആരും ഇല്ലായിരുന്നല്ലോ. അവരെ വിളിച്ചപ്പോ സിറ്റൗട്ടിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പൊ എന്നെ വിളിച്ച് പൂര ചീത്ത. അതെന്താ, ഫ്രെയിം പൊട്ടിയോ? അവർക്കത് ഇഷ്ടായില്ലാന്നോ? അത് ഇഷ്ടായില്ലാന്നോ? കലാവാസമില്ലാത്ത കുറെ തെണ്ടികൾ. ഇവർക്ക് കുന്നും മലയും മാത്രമേ പിടിക്കുള്ളെങ്കിൽ വല്ല ഷോപ്പിൽ നിന്ന് ഒരു ഫ്രെയിം മേടിച്ച് തൂക്കിയാ പോരെ. ആ, എന്തായാലും വരച്ച ആളെ കാണണമെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ക്യാഷ് തിരിച്ചിട്ട് കൊടുക്കാൻ. ഓ വള്ളി, ഇന്നേ വരെ ആരെങ്കിലും എന്റെ പെയിന്റിങ്ങിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടോടാ? ഉണ്ടോ? ആ, നിന്റെ പെങ്ങള്. അവള് വെറും കൊച്ചു കുട്ടി. എന്തായാലും ഇപ്പൊ വിളിച്ചതിന്റെ അഡ്രസ് ഇട്ടോണ്ട. എന്താ കാര്യം എന്നറിയണല്ലോ. അതിനോട് 2 വർത്താനം പറഞ്ഞ് ആ പൈസ അവരുടെ മുഖത്ത് വലിച്ചെറിഞ്ഞു കൊടുക്കണം. ആ, വേണം. ഞാൻ അഡ്രസ് വാട്സപ്പ് ചെയ്യാം. ഓക്കെ. ഞാനാ ആ പെയിന്റിങ് ചെയ്തേ. ഹാ, താനായിരുന്നോ? എന്തോളോ അത്? അതിനെന്താ ഒരു കുഴപ്പം? പൊളിയല്ലേ എന്ന് താൻ സ്വയം പറഞ്ഞാ മതിയോ? മാഡം അതിനെന്താ ഒരു കുഴപ്പം കണ്ടേ? ഞാൻ ലിവിംഗ് റൂമിൽ വെക്കാൻ പെയിന്റിങ് ഓർഡർ ചെയ്തേ, അല്ലാണ്ട് വീട് പണിക്ക് കോലയിട്ട് വെക്കാനല്ല. കോലോ? നീ ഇപ്പൊ എന്താ പറഞ്ഞേ? അത് തന്നെ, കോലം. മാഡത്തിന് എത്ര വയസ്സുണ്ട്? എന്തിനാ? പ്ലീസ് പറയണം മാഡം. 18. ഇപ്പഴാ ഒന്ന് സമാധാനായേ. നീ പോയി നിന്റെ അച്ഛനും അമ്മയും വിളിച്ചോണ്ട് വാടി. എനിക്ക് ഇത്തിരി ഇല്ലാത്ത പെൺപിള്ളേരോട് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അമ്മാവൻ ആരെയാണാവോ വേണ്ടേ? ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. പെയിന്റിംഗ് ഓർഡർ ചെയ്തതും ക്യാഷ് തന്നതും ഞാനാണ്. അപ്പൊ എന്നോട് സംസാരിച്ചാ മതി. ഒരുപാട് അർത്ഥമുള്ള ഒരു പെയിന്റിങ്ങിനെ എത്താൻ കോല എന്ന് വിളിച്ച് അപമാനിച്ചത് യു നോ. എന്നാ അതിന്റെ അർത്ഥം താനൊന്ന് പറഞ്ഞേ. ആ പച്ച കണ്ണ് കണ്ടോ? അത് കണ്ണല്ല. അതെ, അല്ലേ ഇതൊക്കെ കണ്ട ആരാ കണ്ണാന്ന് പറയാ? അതല്ല, പച്ച പ്രകൃതിയുടെ പ്രതീകമാണ്. ഓഹോ, അപ്പൊ ആ മഞ്ഞക്കണ്ണോ? സന്തോഷമാണ് കുട്ടി, സന്തോഷം. അപ്പൊ ഈ ചുവന്ന ത്രികോണോ? അത് മൂക്കാണ് കുട്ടി. ദേഷ്യായിരിക്കും അതിന്റെ മീനിങ്. എക്സാക്ട്ലി. കേട്ടിട്ടില്ലേ മൂക്കിന്റെ തുമ്പത്താ ശുണ്ടിന്ന്? കുട്ടി ഞാൻ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ബെസ്റ്റ്. ആ വെളുത്ത വായ കണ്ടോ? കാക്ക കാഷ്ടിച്ച പോലുണ്ട്. അത് സത്യസന്ധതയുടെ പ്രതീകമാണ്. ഓഹോ, യെസ്. ഇനി ആ കറുത്ത മുഖം കണ്ടോ? അത് വിലാപമാണ് കുട്ടി, വിലാപം. അപ്പൊ ആ ചുവന്ന ബാക്ക്ഗ്രൗണ്ടോ? അത് വെറുതെ കിടക്കുന്നുണ്ടോ ഫില്ല് ചെയ്തോ? മണ്ണാങ്കട്ട. ഈ കുന്നം താൻ തന്നെ വെച്ചോ, എന്നിട്ട് എന്റെ പൈസ തിരിച്ചുകൊണ്ടാ. അങ്ങനെ തിരിച്ചു തരാൻ പറ്റത്തൊന്നുമില്ല. ഇതിനൊക്കെ എന്ത് ചെലവുള്ളതാ? LKG പിള്ളേര് 10 രൂപയുടെ ക്രയോൺസ് കൊണ്ട് ഇതിൽ നന്നേ വരയ്ക്കുമല്ലോ. പിന്നെന്തിനാ എന്റേന്ന് വാങ്ങിയ? വല്ല പിള്ളേരുടെ അടുത്തും പോയാ പോരായിരുന്നു. ആ മതിയായിരുന്നു. താൻ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട, ക്യാഷ് എടുക്കുക. സൗകര്യമില്ല. എന്നാ ഞാൻ പോലീസിനെ വിളിക്കും. ആഹാ, അങ്ങനാണോ? എന്നാ ഞാൻ ഫുൾ എമൗണ്ട് ഇപ്പൊ തരും. ധൈര്യം ഉണ്ടെങ്കിൽ നീ നിന്റെ GPay നമ്പർ താടി. നിനക്കറിയില്ല എന്നെ. ഫോൺ കൊണ്ടാ? എന്നാ കൊണ്ട. എന്താടി? ഇല്ല, ഞാൻ വേറൊരു സ്ഥലത്താ. എപ്പോ? വേറെ ആരാ കൂടെ? ആ, സാറുണ്ടോ? എന്നാ പൊക്കോ. ഒരുപാട് ലേറ്റ് ആവുന്നതിന് മുമ്പ് വീട്ടിലെത്തിക്കോണം. ആ, ഓക്കെ. തന്റെ ഈ മരമോന്ത കണ്ടപ്പോഴേ തോന്നി എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അയ്യോ, ഒരു ഐശ്വര്യമായി. ആ ഉണ്ട കണ്ണു, ഈ മുന്നിലെ 2 കർട്ടൻ ഇട്ട പോലത്തെ മയിലുമ്പല്ലോ. ഇതോടോ, താൻ ആൾച്ചാരെ ബ്രദർ ആണല്ലേ? ആ, അവളെങ്ങനെ അറിയാ? ഓ, ഞാനും അവളും ഒരു ക്ലാസ്സിലാ. ആ, അപ്പൊ നീയാണല്ലേ ആ ജനനി. ഞാൻ നിന്നെ ഒന്ന് കാണാനിരിക്കുവായിരുന്നു. എന്തിന്? അവൾ അവിടെ ചേർത്തത് മുതൽ എന്റെ ചെവിക്ക് സൗകര്യമില്ല. ഡിഡി മൊയിലുംപല്ലി. പെൺപിള്ളേരായ കുറച്ച് അടക്കവും ഒതുക്കും ഒക്കെ വേണം. ആഹാ, അതാദ്യം താൻ തന്റെ പെങ്ങളെ പറഞ്ഞ് മനസ്സിലാക്ക. അവളെ ഞാൻ നേരാവണ്ണം തന്നെ വളർത്തിയത്. നിന്നെ വല്ല സർക്കസുകാരാണോ വളർത്തിയത്? വേണ്ട, അത് വേണ്ട. എന്റെ പൈസ തന്നിട്ടൊന്ന് ഇറങ്ങിപ്പോളോ. കോപ്പ് തരും ഞാൻ. എന്നാ ഞാൻ കംപ്ലൈന്റ് ചെയ്യും.
പോയി ചെയ്. ഡോ വെള്ളപ്പാറ്റ്. നീ പൊടി ഉണ്ടക്കണ്ണി. ആ ഹായ്, എന്താ വേണ്ടേ? എന്റെ 6000 രൂപ. ഏതാറായിരം? ഇവിടുത്തെ ആസ്ഥാന ചിത്രകാരൻ എവിടെ? അങ്ങേർക്കറിയാം. അപ്പു ആണോ? അപ്പു ആണോ ദൊപ്പു ആണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് എന്റെ പൈസ വേണം. അങ്ങനെ ഒന്ന് ചോദിച്ചോട്ടനെ എടുത്തു തരാനൊന്നും പറ്റത്തില്ല. അവൻ വരണം. എന്നാ വിളിക്ക്. ഇപ്പൊ വരില്ല, വൈകിട്ട് ഒരു 3 മണിക്ക് വാ. എനിക്ക് കോളേജ് ഉണ്ട്, ഒരു 5 മണിക്ക് വരാം. അപ്പൊ അവനുണ്ടാവില്ല. വേണ്ട, താൻ ക്യാഷ് മേടിച്ചു വെച്ചാ മതി. അല്ലെങ്കിൽ എനിക്ക് ജിപേ ചെയ്താലും മതി. ഞാൻ അവനോട് പറയാം. പറഞ്ഞാ പോരാ, എനിക്ക് ക്യാഷ് കിട്ടണം. അങ്ങേരുടെ നമ്പർ കൊണ്ടാ. ഓക്കെ. നീ എന്തിനാണ് പട്ടി ആ പിശാചിന് എന്റെ നമ്പർ കൊടുത്തേ? ഇനി എനിക്ക് സ്വൈര്യം തരില്ല. അല്ലെങ്കിൽ ആ പെയിന്റിംഗ് തിരിച്ചു മേടിച്ച പൈസ തിരിച്ചു കൊടുത്തൂടെ? എടാ, അവളാണ് അച്ചു പറയാറുള്ള ജനനി. ഓ, അതിതാണോ? ആ, അതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കാത്തെ. കുറച്ചു ദിവസം പുറകെ നടക്കട്ടെ. പുറകെ നടക്കട്ടേന്നോ അതോ പുറകെ നടത്തട്ടേന്നോ? നീ ഇവിടെ കടിച്ചുവരിട്ടോ? ഇല്ല, പോയി ചൂലെടുക്കടാ. ഏട്ടാ ഫോൺ. ആരാ നോക്ക്? നമ്പറാ. എടുത്തു നോക്ക്. ഹലോ. അയ്യോ, കട്ടായി ഏട്ടാ. ഞാൻ പിന്നെ നോക്കിക്കോളാം. ചാടിക്കേറി ഹലോ പറയാതിരുന്ന് നന്നായി. ഹലോ. ഇതാരാ? ഇങ്ങോട്ടൊരു കോള് വന്നിരുന്നു. ഞാനാ. ഏത് ഞാൻ? ജനനി. എന്താ കാര്യം? എനിക്ക് എന്റെ പൈസ വേണം. തരത്തില്ല. ഡോ, മര്യാദക്ക് എന്റെ പൈസ നാളെ തന്നു. ഇല്ലെങ്കിൽ എന്റെ പൈസ തിരിച്ചു തരുന്നവരെ ഞാൻ ആ ഷോപ്പിൽ നിന്ന് പോവില്ല. അതെനിക്കൊരു സഹായാവും. ഞാനൊരു സെക്യൂരിറ്റി തപ്പി നടക്കുമായിരുന്നു. എന്ന് മുതലാ വരുന്നേ? പോടോ. അപ്പോ ആ പിശാച് വരുന്നുണ്ട്. വരട്ടെ വരട്ടെ. എവിടെടോ തന്റെ മുതലാളി? അകത്തുണ്ട്, ചെന്നാട്ടെ. ഡോ. ഓ, എന്റെ ചെവി. എന്തിനാണാവോ രാവിലെ തന്നെ കുറ്റിയും പറിച്ചു പോന്നേ? തന്റെ തിരുമോന്ത കാണാൻ. ഷോ, പോടുന്നു. ഡോ, എന്റെ പൈസ കൊണ്ടാ. തരില്ല. അത് പള്ളി പോയി പറഞ്ഞാ മതി. ഞാനിപ്പോ ബിസിയാണ്. അവള് പോയി. പോട്ടെ. എന്താ നിന്റെ ഉദ്ദേശം? ദുരുദ്ദേശം എന്തേ? മുതലാളി. ഏട്ടാ, ആരോ വിളിക്കുന്നുണ്ട്. ഞാൻ എടുത്തോളാം. ഹലോ. എന്റെ പൈസ എപ്പ തരും? അതൊരു നാളെ അല്ലെങ്കിൽ മറ്റന്നാള് അല്ലെങ്കിൽ തരുന്നില്ല. ഡോ, ഞാനൊരു പെൺകുട്ടി ആയോണ്ടല്ലേ താൻ ഇങ്ങനെ കളിപ്പിക്കുന്നേ? അതിന് നീ പെണ്ണാന്ന് എനിക്കും കൂടെ തോന്നണ്ടേ? ഓ, നാളെ രാവിലെ എനിക്ക് എന്റെ പൈസ കിട്ടിയിരിക്കണം. നാളെ രാവിലെ ഷോപ്പിലോട്ട് വാ. ഓക്കെ. വന്നല്ലോ. എന്തേ, പിടിച്ചില്ലേ? എന്റെ പൊന്നോ, അകത്തോട്ട് പോയാട്ടെ. എന്റെ പൈസ തരില്ല. താനല്ലേ ഇന്ന് രാവിലെ തരാന്ന് പറഞ്ഞേ? എന്ന് ഞാനിപ്പോ പറഞ്ഞു. രാവിലെ ഷോപ്പിലോട്ട് വരാനല്ലേ പറഞ്ഞേ? പൈസ തരാൻ അല്ലെങ്കിൽ പിന്നെ താൻ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞേ? നിന്റെ തിരുമോന്ത കാണാൻ. ഡോ, അല്ലേലേ തന്റെ പെങ്ങൾ കാരണം എനിക്ക് സ്വൈര്യമില്ല. സെയിം പിച്ച്. ഛേ, ഇതാ പോയി. നീ എന്താ കോഴി മുട്ടയിടാൻ നടക്കുന്ന പോലെ നടക്കുന്നേ? ഒന്നുമില്ല. ഏട്ടൻ കഴിക്കുന്നില്ലേ? ഞാൻ പിന്നെ കഴിച്ചോളാം. നീ കഴിച്ചോ. ഹലോ. നാളെ എന്റെ പൈസ തരാൻ പറ്റുമോ? ഇല്ലല്ലോ. തനിക്ക് എന്തിന്റെ കേടാണോ? മോളെ ജനനി, വേണ്ട ആളാ. എനിക്ക് എന്റെ പൈസ നാളെ തന്നെ കിട്ടണം. തരത്തില്ല തരത്തില്ല തരത്തില്ല. ആഹാ, അത്രക്കായോ? ആയി. നീ കൊണ്ടേ കേസ് കൊടുക്ക. പോട പട്ടി. ഡീ,
ഇന്ന് കാണുന്നില്ലല്ലോ. അവള് വരും, വരാതെ എവിടെ പോവാൻ. 100 ആയുസ് ദേ വന്നു. ഇന്നെങ്കിലും എന്റെ പൈസ തരുമോ? ഇല്ല, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. എനിക്ക് ഫീ അടയ്ക്കാനുള്ളതാ. ഇതെന്റെ പെയിന്റിങ്ങിന്റെ പൈസയാ. എടോ പ്ലീസ്, എനിക്ക് ഫീ അടയ്ക്കാൻ തന്ന പൈസ എന്റെ ചെലവായി. വീണ്ടും ചോദിച്ചാൽ തരാത്തോണ്ടാ ഞാൻ തന്റെ പെയിന്റിംഗ് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞ് ക്യാഷ് മേടിച്ചേ. അതിന്റെ പിക്ക് എടുത്ത് അയച്ചും കൊടുത്തു. സോ ആ ഭാഗം ക്ലിയർ ആയി. ഇനി താൻ ആ പെയിന്റിംഗ് തിരിച്ചെടുത്ത് എന്റെ പൈസ കൊണ്ടാ. അത് ശരി, അപ്പൊ ഇതിനാണ് എന്റെ പെയിന്റിങ്ങിനെ കുറ്റം പറഞ്ഞോണ്ടിരുന്നത് അല്ലേ? തരില്ലടി, തരില്ല. നീ എന്താ പറഞ്ഞേ? കോലാന്നല്ലേ? ഓ സോറി, എന്റെ പൈസ കൊണ്ടാ. സൗകര്യമില്ല. നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരുന്നോ ഞാൻ എന്റെ സമയം കളഞ്ഞേ? താനത് മറിച്ചു വിറ്റോ? എനിക്ക് ആ പരിപാടിയില്ല. നിന്റെ പൈസയും തരില്ല. എന്നെ കോളേജിൽ നിന്ന് പുറത്താക്കും. ആക്കിക്കോട്ടെ. അപ്പൊ എന്റെ അച്ഛന് കുറച്ച് സമാധാനം കിട്ടുമല്ലോ. പാവടാ, ആ പൈസ അങ്ങ് കൊടുത്തേക്ക്. പോയി അടിച്ചു വാരടാ. മുതലാളി ഒരു ചെറ്റയാണ്. എനിക്കൊരു ചെറ്റയാവാനാണ് ഇഷ്ടം. ഇതാരാണ് ചേച്ചി ഇന്ന് ഈ 9 മണിക്ക് വിളിക്കുന്നേ? ആർക്കറിയാം, കാമുകി വല്ലതും? മുഖത്തെ ഭാവം കണ്ടിട്ട് ആരെയോ ചീത്ത വിളിക്കുക. അപ്പ കിച്ചേട്ടനായിരിക്കും. ഹലോ. എന്തോ ഭാഗ്യത്തിന് മിസ് ഇന്ന് ഫീസിന്റെ കാര്യം ചോദിച്ചില്ല. നാളെ എനിക്ക് ഫീസ് അടച്ചേ പറ്റൂ. ഒന്നിപ്പൊ ജിപേ ചെയ്യൂ പ്ലീസ്. ഇല്ല. ഹലോ ഹലോ, മേഡത്തിന് ദേഷ്യം പിടിച്ചോ? അവള് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. ഇനി കോളേജിൽ നിന്ന് പുറത്താക്കിയോ? എങ്കിൽ അവള് ഈ ഷോപ്പിന് തീയിടും. എന്നാ പിന്നെ ആ പൈസ കൊടുത്തൂടെ? ഇല്ല, വെറുതെ പെമ്പിള്ളാരുടെ ശാപം മേടിച്ചു കൂട്ടണ്ട കേട്ടോ. ഇന്ന് എന്തൊരു സമാധാനായിരുന്നു. അതെന്താ ടീച്ചേഴ്സ് അല്ലായിരുന്നോ? അല്ല, ആ ജാനു ഇല്ലായിരുന്നു. അവൾ എന്നും വരാതിരുന്നെങ്കിൽ. വട കഴിക്കാം. നിങ്ങൾ കഴിച്ചോ? ഇവളെന്താ വിളിക്കാത്തെ? നീ നിന്റെ പൈസ വേണ്ടാന്ന് വെച്ചോ? ഹലോ ഹലോ, ജനനി. ഹലോ ജനനി, നീ ഓക്കെ അല്ലേ? ജനനി, ജനനി, ജനനി. നീ ഓക്കെ അല്ലേ? കണ്ണൊക്കെ എന്താ ചോന്നിരിക്കുന്നേ? ചെറിയ പനി. ഇവിടെ വേറെ ആരാളെ? ആരുമില്ല. നിന്റെ തന്തയും തള്ള ഈ എസ്റ്റേറ്റിന്റെ നടുക്ക് വീട് മേടിച്ചിട്ടിട്ട് നിന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കിട്ട് എവിടെ പോയതാ? മരിച്ചുപോയി. വാ, ഹോസ്പിറ്റലിൽ പോ. വേണ്ട, മാറിക്കോളും. മര്യാദയ്ക്ക് വന്ന് വണ്ടി കയറിക്കോ. ഒന്ന് വെള്ളം ചൂടാക്കി തരാൻ പോലും ആരുമില്ല. ഇവിടെ കിടന്ന് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും അറിയില്ല. വന്ന് വണ്ടി കയറടി. ഞാൻ എടുത്താണോ ടാബ്ലറ്റ്? വേണ്ട, താങ്ക്സ്. അത് നീ കയ്യിൽ വെച്ചാ മതി. ഇതിന് 1320 രൂപ എപ്പ തരും? എനിക്ക് തരാനുള്ള 6000 ഇത് കുറച്ച് തന്നാ മതി. അമ്പടി പോടോ.
ബ്രേക്ക്ഫാസ്റ്റ്? ഞാൻ വേണമെന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ല. ഏ? മാഡം എന്നാ പല്ലൊക്കെ തേച്ച് ഇത് കഴിക്കും, എന്നിട്ട് ടാബ്ലറ്റ് കഴിക്കും. ഓ, ഉത്തരവ് പോലെ. ഇതൊക്കെ അരച്ചറിഞ്ഞാ നല്ല രസമുണ്ടാവും. അവളൊരു പാവാടോ. അതെ അതെ. അല്ല, തനിക്കപ്പോ ഈ പൈസ ഒക്കെ അയച്ചു തരുന്നതാരാ? ഒരു ബ്രദറുണ്ട്, എവിടെയാ? UK. നീ എന്താ കൂടെ പോവാത്തെ? എനിക്കിവിടെ ഇഷ്ടം. എന്നാ ബ്രദറിന് തന്റെ കൂടെ വന്ന് നിന്നൂടെ? അങ്ങേർക്ക് അവിടെയാ ഇഷ്ടം. ബെസ്റ്റ്. അപ്പൊ ശരി, ഞാൻ ഇറങ്ങോ? ഉച്ചയ്ക്ക് ഫുഡ് കൊണ്ടുവരണോ? വേണ്ട, എനിക്ക് കുറവുണ്ട്, ഞാൻ വെച്ചോളാം. വേണമെങ്കിൽ ഞാൻ കൊണ്ടുവരാം. വേണ്ട, താങ്ക്സ്. ഓ, താങ്ക്സ് വേണ്ടല്ലോ അല്ലേ. അപ്പോ ഇതിന്റെ പൈസയും കൂടെ തരാനുള്ളതെന്ന് കുറച്ചോ. ഷേ, ഇന്നും ജനനി വന്നില്ല. അതെന്താ ഒരു ഷേ? അവളെ ചൊറിയാഞ്ഞിട്ടൊരു സുഖല്ല. അത് ശരി. കുറവുണ്ടോ? ഹാ, ഞാൻ നാളെ കോളേജിൽ പോകും. അതെ, ആ ക്യാഷ് തരാൻ പറ്റുമോ? വെരി സോറി മാഡം. അപ്പൊ ഗുഡ് നൈറ്റ്. ഡോ, ഹലോ. ഷേ, പൈസ തരാൻ വന്നതാണോ? അല്ലല്ലോ. ഹാ, തരണ്ട. പുറത്താക്കിയ വീട്ടിലിരിക്കാലോ. എന്നാലും ഇടയ്ക്കൊന്ന് വിളിച്ചാ പൈസയുടെ കാര്യം ഓർമ്മിപ്പിച്ചേക്ക്. ഞാൻ കാത്തിരിക്കും. ഓ, അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ? വേറെന്തെങ്കിലും ഓർമ്മിപ്പിക്കാൻ വിട്ടുപോയെങ്കിൽ അതും ഓർമ്മിപ്പിക്കാം. ഞാനൊന്നും വിട്ടുപോയില്ലല്ലോ. എങ്കിലും ഒന്ന് വിളിച്ചേക്ക്. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ കാത്തിരിക്കും. ജനനി, ഇതാ തന്റെ ഫീ അടച്ച സ്ലിപ്പ്. തന്റെ തന്നാ മതിയെന്ന് പറഞ്ഞു. ഫീയോ? ആരടച്ചു? തന്റെ വീട്ടിൽ നിന്ന് ആരാ വന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം? ഏതോ പയ്യനാ. ബ്രദറാണോ തന്റെ? ആഹാ. എപ്പോഴാ അടച്ചേ? ഇന്നാണോ? അല്ല, 2-3 ദിവസമായി. ഹാ, പനിയൊക്കെ മാറിയോ? ആ, മാറി. അപ്പോട്ടൻ? അപ്പു ഏട്ടനോ? എവിടെയാ പറ. അയാൾ ചിത്രം വരയ്ക്കുകയാണ്. ചെല്ല്, ഞാൻ പോയി ചായ കുടിച്ചിട്ട് വരാം. ഹാ. ഹാ, വന്നോ? ഇവിടെ വാ. താനാണോ എന്റെ ഫീസ് അടച്ചേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇത് നോക്ക്. നിന്റെ ലിവിംഗ് റൂമിൽ വെക്കാൻ ഈ കോലം ഓക്കെയാണോ? പറയടോ, കൊള്ളാവോ? ഡോ, ഒന്ന് പറയടോ, ഇഷ്ടായോ? ആണ്ടവാ, ഇതൊക്കെയാണ് പ്രേമം. ഇത് തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ജസ്റ്റ് 1.5 വർഷം. ഇത്രയും നാളും നമുക്കൊരു ഡൗട്ട് പോലും തന്നില്ലല്ലോ. എന്നാലും നിന്നെ പോലൊരു പെങ്ങളുണ്ടായിട്ട് അവരുടെ റിലേഷൻ 1.5 വർഷം ഒക്കെ നിന്നു എന്ന് പറയുമ്പോഴാണ്
പിന്നെ ഞാൻ അങ്ങോട്ട്. നിക്ക്, ജാനുവിനൊരു ഏട്ടനുണ്ട് എന്നല്ലേ പറഞ്ഞേ? ആ, UK-ല്. പുള്ളിയുടെ പേരെന്താ? ഓ, ഛേ, കാണാൻ എങ്ങനാ? അവളെ പോലാണോ? ആവോ. ഛേ, അറ്റ്ലീസ്റ്റ് അങ്ങേർക്ക് ലൈൻ ഉണ്ടോന്നെങ്കിലും അറിയോ? അതറിയില്ല. എന്തായാലും കല്യാണം കഴിച്ചിട്ടില്ല. മതി, എനിക്കത് മതി. നീ അപ്പോട്ടിനോട് ഇത് ചോദിക്കുന്നുണ്ടോ? അയ്യോ, ചോദിക്കല്ലേ, അവൻ എന്നെ കൊല്ലും. ഇല്ല, ഇപ്പൊ ഇല്ല. അവളുടെ ഏട്ടന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവട്ടെ. എന്നാലും നീ ഇതൊക്കെ ഇത്ര കറക്റ്റായി എങ്ങനെ സ്വപ്നം കണ്ടു? ആ, എന്തായാലും അവളുടെ ഏട്ടൻ നാളെ വരും. ഏ, സത്യാണോ? ആ, അപ്പോ പറഞ്ഞു. ഹാവൂ, ഇനി ഇതിനൊരു തീരുമാനമാകുമല്ലോ. അതെ, ഇനി അവളുടെ ഏട്ടൻ ആരാ എന്താന്നൊക്കെ ഈസിയായി കണ്ടുപിടിക്കാം. ഈശ്വര, എന്നെ കാത്തോളണേ. ഇന്ന് ജാനു ലീവാ. ദാറ്റ് മീൻസ് അവളുടെ ഏട്ടൻ വന്നു. അതെ. ഇനി ഏതെങ്കിലും ഒരു ദിവസം നീ അവളുടെ വീട്ടിലൊന്ന് പോ. നിനക്കിപ്പോ വഴി അറിയാലോ. അവള് ചോദിച്ചാ വല്ല നോട്ട് മേടിക്കാൻ വന്നതാ പറ. എന്നിട്ട് നൈസിനകത്ത് കയറി അവളുടെ ഏട്ടനെ കണ്ടുപിടിക്കുക. ഏതെങ്കിലും ഒരു ദിവസമല്ല, നാളെ തന്നെ പൊക്കോ. ഓക്കെ, ഡൺ. നീ കൊറേ നേരം എന്തോ ആലോചിക്കുന്നുണ്ടല്ലോ. അപ്പോഴവിടെ ആരോ കാണണ്ടെന്ന് പറഞ്ഞു പോയി. ഒന്നുകിൽ അവളെ, അല്ലെങ്കിൽ അളിയനെ. വല്ല സ്പ്രേയും കിട്ടാൻ നോക്കാൻ പോയതായിരിക്കും. ജാനു ഒന്നുമില്ലല്ലോ. ഇനി ഏട്ടൻ വന്നതുകൊണ്ട് അവര് വല്ല ട്രിപ്പും പോയോ? ഡാ, ഒന്ന് വിളിച്ചു നോക്കടാ. ഓക്കെ. ഹലോ, നീ എന്താ വരാത്തെ? ഓ, എന്നിട്ട് വീട്ടിലാണോ? ആ, ഓക്കെ. നാളെ വരുമോ? ആ, ശരി. റെസ്റ്റ് എടുക്കാം. എന്താടാ പറഞ്ഞേ? അവൾക്ക് പനിയാണ്. വീട്ടിലുണ്ടോ? ഉണ്ട്. അപ്പൊ എളുപ്പായി. നീ അവൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ വന്നതാ പറഞ്ഞാ മതി. അതിന് ഞാൻ പോണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നിന്റെ ഏട്ടൻ നല്ല ഭംഗിയായി നോക്കുന്നുണ്ടാവും. പൊട്ടാ, അവളെ നോക്കാനല്ല, അവളുടെ ഏട്ടനെ നോക്കാൻ. ഓ, അത് ശരിയാ. ഇപ്പൊ തന്നെ പോട്ടെ. ആ, പോയിട്ട് വാ വിജയ് ഭവാനി ചേച്ചി. നീ എന്താ ഇവിടെ? നിനക്ക് വയ്യ പറഞ്ഞോണ്ടൊന്ന് കാണാൻ വന്നതാ. ഓ, ഇതെന്താ കൊറേ പെട്ടി? പട്ടാളം വന്നു? ഏത് പട്ടാളം? അന്ന് പറഞ്ഞില്ലേ ഏതോ പട്ടാളം വരുന്നുണ്ട്, വൃത്തി വേണമെന്നു. ആ, വന്നു. എന്നിട്ട് എവിടെ? പുറത്തുപോയി. ശേ, നീ എന്നെ നോക്കാൻ വന്നത് തന്നെയല്ലേ? ആ, അതെ. പനി കുറവുണ്ടോടി? മരുന്ന് കഴിച്ചോ? ഫുഡ് കഴിച്ചോ? വാ കേറ്. ഹാ, ലഞ്ച് ബ്രേക്ക് ആയല്ലോടി. അവനെവിടെ? അവള് വല്ല മന്തിയും മേടിച്ചു കൊടുത്തവളും. അതാടി വരുന്നത്. എന്തായടാ? പുള്ളി പുറത്തുപോയി. ഷേ, ഇനി എന്ത് ചെയ്യും? ഇതാ റോഷ. അടുത്ത പ്ലാൻ ആയിരിക്കും. ഹാ, എന്തുവാ? നീ ഇന്ന് രാത്രി അവിടെ പോവോ? അയ്യോ, രാത്രിയോ? മമ്മി വിടില്ല. ഹാ, ബെസ്റ്റ്. ഡാ പ്ലീസ്, അവര് ഉറങ്ങിക്കഴിഞ്ഞു മതി. അപ്പൊ പുള്ളിയും വീടിന്റെ ഉള്ളിൽ തന്നെ കാണും. ഞാൻ നോക്കാം. എന്നാലും ഈ ഇരുട്ടത്ത്. യു ആർ എ കോംപ്ലാൻ ബോയ്, ഡോണ്ട് വറി. യെസ്, ഐ ആം എ കോംപ്ലാൻ ബോയ്. കർത്താവേ, മന്തി തിന്നാൻ ആയുസ് ബാക്കി വെച്ചേക്കണേ. എന്താ കൂടി? ബി പോസിറ്റീവ്. ഡി, റോഷൻ വിളിക്കുന്നു. ആ, എടുക്കെടുക്ക്. ഡാ, എന്തായി? ഞാൻ പറഞ്ഞതല്ലേ ഈ രാത്രി വരൂലെന്ന്. എന്താടാ, എന്തു പറ്റി? ഇവിടെ ഏതോ മാംസം കൊണ്ട് നിന്ന് സൈക്കിള് ചവിട്ടുന്നു. മാംസ? ഞാൻ വീട്ടിൽ പോവാ. ഇനി തൊട്ട് രാത്രിയുള്ള സീഡി കളിക്ക് ഞാനില്ല. എടാ, നീ അപ്പൊ കണ്ടില്ലേ? ഹലോ ഹലോ. ആ, എന്തായി? അവൻ കട്ടാക്കി. അവൻ കണ്ടോ? അവനെന്തോ ചിക്കൻ കടയിലേക്ക് കയറിയേ തോന്നുന്നു. എന്തോ മാംസത്തിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. മാംസോ? ഈ ഇരുട്ടത്ത് പോയി വല്ല പിച്ചും പേയും പറയുന്നതാണോ ആവോ? പൊട്ട, അത്രയും നല്ലൊരു ചാൻസ് കിട്ടിട്ട് നീ മുഖം നോക്കിയില്ലേ? അടി, ഞാൻ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ട് മുഖം കൂടെ നോക്കാം. ഡി, ജാനു വരുന്നുണ്ട്. അയ്യോ, ഡി ഉണ്ണിയാർച്ചേ. ആ, എന്താടാ? ആക്ടിങ് ആക്ടിങ്. ഇനി എന്നെ ചൊറിയാൻ വന്നാലുണ്ടല്ലോ. എന്താടാ? ഇവളെ ചുമ്മാ. നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇല്ല. എന്തേ? വാടാ, രാവിലെ തന്നെ വെറുതെ എനർജി വേസ്റ്റ് ചെയ്യണ്ട. ഓ, ചെല്ല് ചെല്ല്. വൈകുന്നേരം കാണാം. അവൻ കുറെ പാടുപെടും. ദേ, എന്റെ അമ്മയാണേ സത്യം. ആ പോയ ശവത്തിന് ഞാൻ ഏട്ടത്തിന്ന് വിളിക്കൂല. അപ്പൊ അവളുടെ ഏട്ടനെ നീ പ്രേമിക്കുന്നതോ? പ്രേമിക്കാൻ തുടങ്ങിയില്ലല്ലോ. ആദ്യം അവളുടെ ഏട്ടൻ എന്റെ സ്വപ്നത്തിലുള്ളതുപോലെ തന്നെ ആണോന്ന് അറിയട്ടെ. അത് ശരി.
അവളവിടെ ടോയ്ലറ്റിൽ പോയി. ഡാ, നീ എങ്ങനെയും വീട്ടിൽ വന്നത് അവളുടെ ഏട്ടനാണെന്ന് അവളെ കൊണ്ട് ഒന്ന് പറയിപ്പിക്കടാ. പറഞ്ഞപ്പോ 2 സെക്കൻഡ് കൊണ്ട് കഴിഞ്ഞില്ലേ? നീ ഒന്ന് ട്രൈ ചെയ്യടാ പ്ലീസ്. ഈ പ്ലീസിലാണ് ഞാൻ വീണ് പോകുന്നത്. അവള് വരുന്നുണ്ട്. ശരി എന്നാ ബൈ. വാ ക്ലാസ്സിൽ പോ. എന്താടാ? ഏയ് അതാ ആർട്സ് ക്ലബിന്റെ പരിപാടി. ആ, വീട്ടിലുള്ള പട്ടാള എപ്പോഴാ പോവാ? അത് ഈ അടുത്ത കാലത്തൊന്നും പോവില്ല. പുള്ളി റിട്ടയർഡ് ആയി വന്നതാണോ? എന്താ പട്ടാളെന്ന് ഞാനൊരു ഉപമ പറഞ്ഞതാ. എന്ന് വെച്ചാ? ഡാ, എനിക്കൊരു ഏട്ടനുണ്ട്. ഓ റിയലി? ആ, അങ്ങേരാ വന്നേ. നിനക്കെന്താ ഒരു ഇഷ്ടല്ലാത്ത പോലെ? ഞങ്ങൾ അങ്ങനെ കോണ്ടാക്ട് ഒന്നുമില്ല. സ്വന്തം ഏട്ടനല്ലേ? ആ ആണ്, പക്ഷെ ഞങ്ങൾ തമ്മിൽ 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. എത്ര? 10.